ഹലോ, ഇത് നമ്മുടെ യാത്രേൻ്റെ ബാക്കി വിശേഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു 7 മണി 7:30 ബാംഗ്ലൂർ എത്തി. നല്ലൊരു സൺറൈസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ആദ്യം തന്നെ ഓരോ കോഫിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ കോഫീൻ്റെ റേറ്റ് വൻ റേറ്റാണ് കേട്ടോ. ഒരു കോഫിക്ക് 40 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മളെ നാട്ടിലെ കോഫീൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരാൾ പോയി ഫുഡ് കഴിച്ച് വന്ന് ബാക്കിയുള്ളവരുടെയൊക്കെ ലഗേജ് പുള്ളിക്കാരൻ നോക്കിയ സമയത്ത് നമ്മൾ എല്ലാവരും പോയി ബാക്കി ഉള്ളവരൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ അവിടെ തന്നെയുള്ള ആര്യഭവനിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. എല്ലാവരും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അടുത്ത ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 8:30 8:45 ആകുമ്പോഴേക്കുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് നേരെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 4-4.5 മണിക്കൂറുണ്ട് നമുക്ക് പുട്ടപർത്തി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക്. നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ്റെ പേര് ശ്രീ സായി പ്രശാന്തി നിലയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് അത്യാവശ്യം വരണ്ട പ്രദേശമാണെന്ന് തോന്നുമെങ്കിലും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടുത്തെ ചൂടൊന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല. വെയിൽ നമുക്ക് നല്ലോണം ഉണ്ടെങ്കിലും ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മളത് പ്രശാന്തി നിലയം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷനിലെത്തി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് നമ്മളെ വീഡിയോസ് ഫോട്ടോസൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അതവിടെ ഒരു ഒഫൻസ് ആയിട്ടാണ് കേട്ടോ അവർ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന ആ ഒരു റൂമിലുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ സായിബാബേൻ്റെ ജന്മനാട് കാണാൻ പോയി. പിന്നെ അവിടുത്തെ ഒരു ഗോശാലയിൽ പോയിട്ടുണ്ട്. പിന്നെ ചിത്രാവതി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്, അവിടെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ചിത്രാവതി നദിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നാണ് കേട്ടോ നമ്മൾ ആശ്രമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് അവിടെ ഒരു ഭജന പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പങ്കെടുത്തതിന് ശേഷം നമ്മൾ അവിടുത്തെ ഒരു സ്റ്റോറിൽ പോയി. അവിടുത്തെ സ്റ്റോറിൽ നമ്മളെ നാട്ടിലേക്കാട്ടും പൈസ കുറവാണ് കേട്ടോ. നമുക്ക് GST ഉണ്ടാവില്ല സാധനങ്ങൾ വാങ്ങുമ്പോൾ. അപ്പം നമ്മളിങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് GST നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആണുങ്ങൾക്ക് വേറൊരു ടൈം, പെണ്ണുങ്ങൾക്ക് വേറൊരു ടൈം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന ദിവസമായി. നമ്മൾ വീണ്ടും നമ്മളെ ആന്ധ്രയിലുള്ള പ്രശാന്തി നിലയം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മസാല പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. അപ്പം തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ അതും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളൊരു 7:30 ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. അവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ യാത്രാവിശേഷങ്ങൾ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.